എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, മുഴുവനും കാണണേ, അത്രയ്ക്ക് നല്ലൊരു വീഡിയോയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, വനിതാ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട്, വനിതകൾക്ക് വേണ്ടി മാത്രം നടക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ ദിവ്യ അയ്യർ IAS മാഡം ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. അപ്പോൾ സ്ത്രീകളുടെ എന്ത് കഴിവാണെങ്കിലും അവിടെ പ്രകടിപ്പിക്കുക. അതുപോലെ തന്നെ ആ പഞ്ചായത്തിലെ സ്കൂളുകളും കോളേജുകളിലുള്ള എല്ലാ മിക്കവാറും കുട്ടികളും അവരാൽ കഴിയുന്ന പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മേക്കപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനവിടെ പോയത്. അപ്പോഴാണ് ഞാൻ യാദൃച്ഛികമായിട്ട് ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കാനിടയായത്. നമ്മുടെ ബഡ് സ്കൂളിലെ വിനീതയുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് എടുത്തത്. അപ്പോൾ ഈ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി കേട്ടോ ആൾ. 2015 ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആൾ A സെക്ഷനിലും ഞങ്ങൾ B സെക്ഷനിലും ആയിരുന്നു. അപ്പോൾ ആൾക്ക് ചെറിയതായിട്ടുള്ള പഠന വൈകല്യമുണ്ട്. പക്ഷേ അതെന്നാലും ആൾ ഭയങ്കര എനർജറ്റിക് ആണ് കേട്ടോ. ഡാൻസ് പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ ആൾ ഭയങ്കര ഒരു എനർജിയാണ്. അപ്പോൾ അവളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു എനർജി വരും. അപ്പോൾ ഫ്രീ ടൈമിലൊക്കെ അവൾ ഡാൻസ് ചെയ്യാറുണ്ട്. നമ്മൾ പറഞ്ഞാൽ ഡാൻസ് ചെയ്യും. അങ്ങനെ ഒരു മടിയോ നാണക്കേടോ അങ്ങനെ ഉള്ള ഒരു കൂട്ടത്തിലും അല്ല കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് ഡാൻസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്കൂൾ പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ ആൾ സിനിമാറ്റിക് സോങ്ങൊക്കെ വെച്ച് ഡാൻസ് ചെയ്യും. ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടൊന്നുമല്ല, ആ താളത്തിനനുസരിച്ച് അവൾ സ്വയം അങ്ങ് കളിക്കുന്നതാണ്. പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുക്കണമെന്ന് തോന്നി, ഇതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ ഇത്രയും പരിമിതികളുണ്ടായിട്ട് അവളാൽ കഴിയുന്ന രീതിയിൽ ഇത്രയും വലിയൊരു വേദിയിൽ പെർഫോം ചെയ്യാന്ന് വെച്ചാൽ ഇതേ സമ്മതിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.